ഹായ്, ഇന്നിപ്പം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഉറപ്പായിട്ട് വരും 5 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ആ കോളം വരെ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. 3-4 ഇക്വേഷൻ ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ അത് 2 കേസുണ്ട്. ഫ്രീക്വൻസി തരുന്ന കേസുണ്ട്, ഫ്രീക്വൻസി തരാത്ത കേസുണ്ട്. മിക്കവാറും ഫ്രീക്വൻസി തരുന്ന കേസാണ് ചോദിക്കുന്നത്. അപ്പം മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും. മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും മീഡിയനും ഉണ്ട്. മീനാണ് എപ്പോഴും ചോദിക്കുന്നത്, മീഡിയൻ ഇതുവരെ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അങ്ങനെ അത്രയും കാര്യങ്ങളേ ഉള്ളൂ. ആ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ നമ്മൾ മീൻ കാണാനായിട്ടുള്ള ഇപ്പോൾ ഫ്രീക്വൻസി ഉള്ള കേസാണെങ്കിൽ ഫ്രീക്വൻസി, അതായത് ഡേറ്റ ഒബ്സർവേഷൻ XIയും ഫ്രീക്വൻസി അത് റിപ്പീറ്റ് ചെയ്യുന്നത് ഫ്രീക്വൻസി FIയും തരുന്ന കേസിൽ അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതാം. ഫ്രീക്വൻസി ഇല്ലാതെ ഒബ്സർവേഷൻ മാത്രം തരുവാണെങ്കിൽ, എക്സിൻ്റെ വാല്യൂ മാത്രം തരുവാണെങ്കിൽ ഇക്വേഷൻ മീൻ ഡീവിയേഷൻ, ആ കേസിൽ മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻ മീൻ x ബാർ എന്ന് പറയുന്നത് സിഗ്മ XI/N. ഒബ്സർവേഷൻ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എന്നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീൻ കിട്ടും. മീൻ ഡീവിയേഷൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ് സിഗ്മ XI - X⁻/N. ഫ്രീക്വൻസി ഇല്ലാത്ത കേസിൽ അവിടെ വേരിയൻസിന്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസിന്റെ ഇക്വേഷൻ ഇതാണ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ XI - X⁻² സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് നമ്മൾ എഴുതും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്. വേരിയൻസിന്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ ഫ്രീക്വൻസി ഇല്ലാത്ത കേസ് എന്നാൽ ഈ 3 ഇക്വേഷൻ മീൻ കാണാനായിട്ടുള്ള ഇക്വേഷൻസ് എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് എന്നോട് ഡിവൈഡ് ചെയ്താൽ മതി. മീൻ ഡീവിയേഷൻ കാണാനായിട്ട് XI, ഓരോ XIയിൽ നിന്ന് ആ മീൻ സബ്ട്രാക്ട് ചെയ്തിട്ട് അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് അതിനെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നോട് ഡിവൈഡ് ചെയ്യണം. വേരിയൻസ് എന്ന് പറയുമ്പോൾ മീൻ ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഇത് മോഡുലസ് ആണ്, ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് മോഡുലസ് ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡുലസ്. അപ്പം പോസിറ്റീവ് കിട്ടിയാലും നെഗറ്റീവ് കിട്ടിയാലും പോസിറ്റീവ് എടുത്താൽ മതി. മോഡുലസ് XI - X⁻/N ആണ് മീൻ ഡീവിയേഷൻ. വേരിയൻസ് വരുമ്പോഴത്തേക്ക് മോഡുലസ് മാറി സ്ക്വയർ ആവും. മീൻ ഡീവിയേഷൻ മോഡുലസ് നോക്കുക. വേരിയൻസ് എന്ന് പറയുമ്പോൾ അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ സ്ക്വയർ നോക്കുക. സ്ക്വയർ/N ചെറിയൊരു വ്യത്യാസമേ. ഇനി ഫ്രീക്വൻസിയും കൂടെ ഉള്ള കേസാണെങ്കിൽ അതായത് XI ഒബ്സർവേഷൻ XIയും ഫ്രീക്വൻസി FIയും തരുന്ന കേസാണെങ്കിൽ മീൻ X⁻ കാണാനായിട്ടുള്ള ഇക്വേഷൻ സിഗ്മ എല്ലാത്തിൻ്റെയും കൂടെ ഒരു FIയും കൂടെ വരും. XI FI/ അവിടെ സ്മോൾ n അല്ല, ക്യാപിറ്റൽ N ആണ്. ഈ ക്യാപിറ്റൽ N എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ്. സിഗ്മ മീൻസ് അഡീഷൻ. ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമ്പർ ഓഫ് ടേംസ് ക്യാപിറ്റൽ N. ഇവിടെ ഫ്രീക്വൻസി ഇല്ലാത്തതുകൊണ്ട് സ്മോൾ n മതി. ഇവിടെ പക്ഷേ അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ക്യാപിറ്റൽ N. അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി ഉള്ളപ്പോൾ എല്ലായിടത്തും ഒരു ഇൻറ്റു FIയും വരും, സ്മോൾ n എഴുതിയിടത്തും ക്യാപിറ്റൽ N വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ. ഇനി മീൻ ഡീവിയേഷൻ ഓഫ് X⁻ ആണ് വരുന്നതെങ്കിൽ സിഗ്മ മോഡുലസ് XI - X⁻, അതിനെ ഇൻറ്റു FI വേണം ബൈ ക്യാപിറ്റൽ N. ഇനി വേരിയൻസ് ആണെങ്കിൽ സിഗ്മ സ്ക്വയർ വരും. XI - X⁻² ഇൻറ്റു FI ബൈ ക്യാപിറ്റൽ N. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ്. ഇത്ര ഇക്വേഷൻ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ മീൻ ഡീവിയേഷൻ ആണ് വരുന്നതെങ്കിൽ മോഡുലസ് എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് വരുന്നതെങ്കിൽ സ്ക്വയർ എടുക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെ വേരിയൻസ്, ഏത് ചോദിച്ചാലും വേരിയൻസ് ചോദിച്ചാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലും വേരിയൻസ് കണ്ടുപിടിക്കണം. എന്നിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ റൂട്ട് എടുത്താൽ മതി. ഈ ഇക്വേഷൻസ് പഠിച്ചു വെക്കുക. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇത് ഉറപ്പായിട്ട് ചോദിക്കുന്നത് 5 മാർക്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്. ഈസി ആയിട്ട് വാങ്ങാവുന്നതാണ്. ഇതാരും നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കരുത്. ഇക്വേഷൻസ് മനസ്സിലുണ്ടായിരിക്കണേ. നമുക്ക് ഫ്രീക്വൻസി ഉള്ള കേസിൽ ഞാനങ്ങ് ചെയ്യിപ്പിക്കാം. ഒരേ ക്വസ്റ്റ്യന് മീൻ ഡീവിയേഷനും വേരിയൻസും ഒക്കെ അങ്ങ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഫൈൻഡ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് XIയും FIയും. XI എന്ന് പറയുന്നത് 5, 10, 15, 20, 25. 5, 10, 15, 20, 25. അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 5 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 7 പ്രാവശ്യം. 5 എന്ന് പറയുന്ന ഒബ്സർവേഷൻ എത്ര പ്രാവശ്യം വരുന്നു? 7 ഉണ്ട്. 10 4 പ്രാവശ്യമുണ്ട്. 15 6, ഇത് 3, 20 3, 25 5. അപ്പം 5 എന്ന് പറയുന്ന ഒബ്സർവേഷൻ 7 പ്രാവശ്യം എഴുതുന്നുണ്ട്. അപ്പോൾ അത് തന്നെ 7 എണ്ണമായി.
പിന്നെ 10 4 പ്രാവശ്യം വരുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പോൾ 7 4 11 അങ്ങനെ ഇതെല്ലാം ടോട്ടൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. നമ്മുടെ മനസ്സിൽ ഇക്വേഷൻ ഉണ്ടായിരിക്കണം. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പം മീനിന്റെ ഇക്വേഷനും മീൻ ഡീവിയേഷന്റെ ഇക്വേഷനും ആദ്യം എഴുതി വെക്കുക. മീൻ എക്സ് ബാറിന്റെ ഇക്വേഷൻ ഞാനിത് ബോർഡ് നിങ്ങൾ താഴെ എഴുതിക്കണം. ഞാൻ ഇത്ര എഴുതുമ്പോൾ ബോർഡ് നിറവായിട്ടാണ് സൈഡിൽ എഴുതിയത്. മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ. അതാണ് മീനിന്റെ ഇക്വേഷൻ. സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ. മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എബൌട്ട് എക്സ് ബാർ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മോഡുലസ് ആണ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ ബൈ ക്യാപിറ്റൽ. ഇനി നിങ്ങൾ ആ പറഞ്ഞേക്കുന്ന സംഗതി വെച്ചുകൊണ്ട് കോളം വരയ്ക്കും. അതിനായിട്ട് ആദ്യം മീൻ കണ്ടാലേ മീൻ ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം മീൻ കണ്ടുപിടിക്കാനുള്ള കോളം വരയ്ക്കുക. മീൻ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഐയും എഫ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തില്ല. അപ്പോൾ ആദ്യം എക്സ് ഐയുടെ കോളം വേണം, അത് കഴിഞ്ഞ് എഫ് ഐയുടെ കോളം വേണം, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഐയുടെ കോളം വരയ്ക്കാം. എക്സ് ഐ പിന്നെ എഫ് ഐയുടെ കോളം, ഇനി പ്രോഡക്റ്റ് എക്സ് ഐ ഇൻറ്റു എഫ് ഐ. അത്രയും വേണം. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ മീൻ കിട്ടും. അപ്പോൾ എക്സ് ഐയും എഫ് ഐയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും മീൻ കിട്ടും. മീൻ കിട്ടിക്കഴിഞ്ഞാലേ മീൻ ഡീവിയേഷൻ കാണാൻ പറ്റുള്ളൂ. മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ ആദ്യം കാണാം, അത് കഴിഞ്ഞ് എഫ് ഐയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം ആദ്യം എക്സ് ഐ മൈനസ് എക്സ് ബാർ അതിൻ്റെ മോഡുലസ്, എന്നിട്ട് ആ കിട്ടുന്നതും ഇൻറ്റു എഫ് ഐയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ. ഇത്രയും കോളങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ ആൻസർ എഴുതാം. ഇത്രയും കോളങ്ങൾ, ഈ 3 കോളം മീനിന് വേണ്ടി, ബാക്കി 2 കോളം മീൻ ഡീവിയേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ് ഐ ഇവിടെയുണ്ട്. 5 10 15 20 25. എഫ് ഐ എന്ന് പറയുമ്പോൾ 5 7 4 6 3 25 അല്ല 25 അല്ല, ഇത് 5 ആണ്. ഇത് 5 ആണ്. അപ്പം നമുക്ക് ഈ ഫ്രീക്വൻസിയുടെ ടോട്ടൽ വേണം, അതാണ് N. ഇതിൻ്റെ ടോട്ടൽ വേണം, N ആണ്. N is equal to ഇത് ടോട്ടൽ ചെയ്യണം. 7 10 20 25 വരും. ടോട്ടൽ 25. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തെടുക്കുക. ഈ കോളത്തിൻ്റെ ടോട്ടലാണ് N, ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഈ ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യണം. മാറിപ്പോയത് ഫ്രീക്വൻസി എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ക്യാപിറ്റൽ N കിട്ടുന്നത്. ഇത് ആഡ് ചെയ്ത് താഴേക്ക് എഴുതുക. ഇനി നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഐ ഇൻറ്റു എഫ് ഐ 5 ഇൻറ്റു 7 നമുക്ക് 35 കിട്ടും. 10 ഇൻറ്റു 4 എക്സ് ഐ 10 എഫ് ഐ 4 10 ഇൻറ്റു 4 40 വരും. 15 ഇൻറ്റു 6 90 അല്ലേ, 90. 20 ഇൻറ്റു 3 60. 25 ഇൻറ്റു 5 125. ഇനി എക്സ് ഐ ഇൻറ്റു എഫ് ഐയുടെ ടോട്ടൽ വേണം. സിഗ്മ എക്സ് ഐ ഇൻറ്റു എഫ് ഐ അല്ലേ, അപ്പം അതിൻ്റെ ടോട്ടൽ വേണം. അത് നമുക്ക് താഴെ എഴുതാം. സിഗ്മ എക്സ് ഐ എഫ് ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാം കൂടെ ടോട്ടൽ ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. 35 40 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ 350 വരും. 350 വരും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ. ഇനി നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ കണ്ടുപിടിച്ചാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഈ എക്സ് ബാർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ ഞാൻ തൽക്കാലം ഇങ്ങോട്ട് എഴുതുവാണ്. എക്സ് ബാർ ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ എഴുതുവാണ്. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ N അല്ലേ, സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ N. സിഗ്മ എക്സ് ഐ എഫ് ഐ നമുക്ക് കിട്ടി 350. 350 ബൈ N എന്ന് പറയുന്നത് 25. 350നെ 25 കൊണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണേ. കഴിക്കുക. അപ്പം 14 കിട്ടും. അപ്പം മീൻ എക്സ് ബാർ 14. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അടുത്ത കോളം എഴുതാം. ഈ കോളം എഴുതാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ. ശ്രദ്ധിച്ചോളെ, എക്സ് ഐ എന്ന് പറയുന്നത് 5 മാറിപ്പോയത് 5 മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 14. 5 നിന്ന് 14 സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും എത്ര കിട്ടും? 9 വരും. 9. അപ്പോൾ നെഗറ്റീവാണ്, പക്ഷേ മോഡുലസ് ഉള്ളതുകൊണ്ട് പോസിറ്റീവ് 9. ഇനി അടുത്തത് 10. 10 മൈനസ് 14 എന്ന് പറയുന്നത് 4. -4 ആണെങ്കിലും മോഡുലസ് എടുക്കുമ്പോൾ 4 വരും. പിന്നെ 15. 15 മൈനസ് 14 എന്ന് പറയുമ്പോഴത്തേക്ക് 1 വരും. അടുത്ത 20 മൈനസ് 14 അത് 6 വരും. അടുത്ത 25 മൈനസ് 16 14. 25 മൈനസ് 14 എന്നുള്ള 11 വരും. അത് കിട്ടി. ഇനി ഈ കോളോ എക്സ് ഐ മൈനസ് എക്സ് ബാറും എഫ് ഐയും കൂടെ, എക്സ് ഐ മൈനസ് എക്സ് ബാർ എഫ് ഐ, ഈ 2 കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യണം. മാറിപ്പോയത് ആ 2 കോളങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ഐ മൈനസ് എക്സ് ബാർ 9. 9 ഇൻറ്റു 7 63. അടുത്തത് 4 ഇൻറ്റു 4 ഇൻറ്റു 4 16. അടുത്തത് 1 ഇൻറ്റു 6. 1 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 6 വരും. അടുത്ത 6 ഇൻറ്റു
3 18 വരും. അടുത്തത് 11 × 5 55 വരും. ഇത് ഞാൻ വായിക്കാം, എക്സ് ബാർ വായിക്കണേ, നിങ്ങളത് താഴെ എഴുതിക്കോണം. ഇനി ഇതിന്റെ ടോട്ടൽ വേണം, ഈ കോളത്തിന്റെ ടോട്ടൽ വേണം, അതായത് സിഗ്മ മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ, ഇതിന്റെ ടോട്ടൽ വേണം. അത് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. 63, 16, 6, 18, 55 കൂടെ ആഡ് ചെയ്യണം. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും 158 വരും. 158 വരും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഇക്വേഷൻ അതേ കൊടുത്താൽ മതി. മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എക്സ് ബാർ ഇസ് ഈക്വൽ ടു മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എക്സ് ബാർ എന്നുള്ളത് ഇവിടെ എഴുതും. അങ്ങോട്ട് എഴുതാം. എം ഡി ഓഫ് എക്സ് ബാർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എഴുതിക്കോട്ടെ. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ അല്ലേ. ഇതിന്റെ വാല്യൂ നമുക്ക് 158 കിട്ടി. 158 ബൈ എൻ എന്ന് പറയുന്ന 25 വരും. 158നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 6.32 വരും. 6.32. ഇതാണ് മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ഈ ക്വസ്റ്റിനകത്ത്. അപ്പോൾ ഇവിടെ എക്സ് ഐ ഒബ്സർവേഷൻ എക്സ് ഐയും അതിന്റെ ഫ്രീക്വൻസി എഫ് ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻസ് ഓർത്ത് എന്നാണ് മീനിന്റെ മീൻ ഡീവിയേഷന്റെ. ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിനനുസരിച്ചുള്ള കോളങ്ങൾ വരയ്ക്കണം. മീനിന് എപ്പോഴും എക്സ് ഐയും എഫ് ഐയും എക്സ് ഐ ഇൻറ്റു എഫ് ഐയും. മീൻ ഡീവിയേഷൻ ആണെങ്കിൽ എക്സ് ഐ മൈനസ് എക്സ് ബാറിന്റെ മോഡുലസും അത് ഇൻറ്റു എഫ് ഐയും. ഇത്രയും കോളം മതി. 5 കോളം മതി. 5 കോളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ കിട്ടും. ഇനി ഇതേ ക്വസ്റ്റ്യനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസോ ചോദിച്ചാൽ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ചോദിച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഈ കോളം വരെ എന്താണെങ്കിലും വേണം. ഈ സെയിം ക്വസ്റ്റ്യനെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിന്റെ ഇക്വേഷൻ ആദ്യം എഴുതുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷനോ വേരിയൻസ് എന്ത് ചോദിച്ചാലും മീൻ വേണം. ആദ്യം മീനിന്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എ. സിഗ്മ എക്സ് ഐ എഫ് ഐ ബൈ ക്യാപിറ്റൽ എ. ഇനി നമുക്ക് വേരിയൻസിന്റെ ഇക്വേഷൻ എഴുതുക. വേരിയൻസിന്റെ റൂട്ടാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വേരിയൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചാലും വേരിയൻസ് ചെയ്തിട്ട് ചെയ്യുക. വേരിയൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ബൈ ക്യാപിറ്റൽ. ഇതാണ്. അപ്പോൾ നമ്മൾ ഈ സെയിം ക്വസ്റ്റ്യനെ മീനും വേരിയൻസും കണ്ടുപിടിക്കും. ആദ്യം മീൻ കാണാം. മീൻ കണ്ടുപിടിക്കുന്ന എക്സ് ഐ ഇൻറ്റു എഫ് ഐയുടെ ടോട്ടലാണ്. അതായത് എക്സ് ഐ വേണം, എഫ് ഐ വേണം, അതിന്റെ പ്രോഡക്റ്റ് വേണം. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് ഐ ഉണ്ട്, എഫ് ഐ ഉണ്ട്, അതിന്റെ പ്രോഡക്റ്റ് ഉണ്ട്, ടോട്ടലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേരിയൻസിന് വേണ്ടിയിട്ട് കുറച്ച് കോളം കൂടെ ഇടാം. എക്സ് ഐ മൈനസ് എക്സ് ബാറും അതിന്റെ സ്ക്വയറും പിന്നെ ഇൻറ്റു എഫ് ഐ. അപ്പൊ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഒറ്റയടിക്ക് വേണമെങ്കിൽ ഈ കോളം ഒഴിവാക്കാൻ കേട്ടോ. വേണമെങ്കിൽ എക്സ് ഐ മൈനസ് എക്സ് ബാർ അതിന്റെ സ്ക്വയർ പിന്നെ അതിന്റെ ഇൻറ്റു എഫ് ഐ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. ഇത്രയും കോളങ്ങൾ വേണം. ഈ കോളം ഒഴിവാക്കാൻ നേരിട്ട് സ്ക്വയർ വേണേലും എഴുതാം കേട്ടോ. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും എക്സ് ഐ 5, എക്സ് ബാർ 14 അല്ലായിരുന്നു കിട്ടിയത്. നമ്മൾ മുമ്പ് എക്സ് ബാർ 14 എന്ന് കിട്ടിയായിരുന്നു. ഇവിടെ 350 ബൈ എക്സ് ബാർ എന്ന് പറയുന്നത് 350 ബൈ 25 14 ആണ്. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോൾ 5 മൈനസ് 14 എന്ന് പറയുമ്പോൾ -9. അപ്പൊ ഇവിടെ മൈനസ് നിങ്ങളിനി ആ കിട്ടുന്നതിന്റെ സ്ക്വയർ ഈ കോളം വേണേ ഒഴിവാക്കാം. -9ന്റെ സ്ക്വയർ 81 അങ്ങ് എഴുതിയാലും ഈ കോളം ഒഴിവാക്കിയിട്ട് നേരെ 81 എഴുതിയാൽ മതി. ഇനി അടുത്ത 10 മൈനസ് 14 -4ന്റെ സ്ക്വയർ 16. അടുത്തത് 15 മൈനസ് 14 എന്ന് പറയുമ്പോഴത്തേക്കും 1, 1ന്റെ സ്ക്വയർ 1 തന്നെ. അടുത്ത 20 മൈനസ് 14 എന്ന് പറയുമ്പോൾ 6, 6ന്റെ സ്ക്വയർ 36. അടുത്ത് 25 മൈനസ് 14 എന്ന് പറയുമ്പോൾ 11, 11ന്റെ 121 അങ്ങനെ കിട്ടും. ഇനി ഇതിനെ ഫ്രീക്വൻസി, അപ്പൊ ഇനി നമ്മൾ ഈ കോളോ ഫ്രീക്വൻസിയുടെ കോളം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2 കോളം കൂടെ, അതായത് 81ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 81 × 7 എന്ന് പറഞ്ഞാൽ 567 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. അടുത്തത് 16 × 4 എന്ന് പറയുമ്പോഴത്തേക്ക് 64. അടുത്ത് 1 × 6 പുറം മാർക്ക് വരും. 1 × 6 എന്ന് പറയുമ്പോൾ 6. അടുത്ത 36 × 3 വരുമ്പോൾ 108. അടുത്ത 121 × 5 എന്ന് പറയുമ്പോൾ 605. ഇനി ഇതിന്റെ ടോട്ടൽ വേണം. അതായത് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 1350 കിട്ടും.
1350. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടും നമുക്ക്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ ഇക്വേഷൻ ഇപ്പം നമുക്ക് എക്സ് ബാർ 14 കിട്ടിയായിരുന്നു. ഇനി നമ്മൾ വേരിയൻസ് കാണാൻ പോവാം. വേരിയൻസിന്റെ ഇക്വേഷൻ സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ബൈ ക്യാപിറ്റൽ എന്ന. ഇതിന്റെ വാല്യൂ സിഗ്മ എക്സ് ഇത് xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ. ആ കോളത്തിന്റെ ടോട്ടലാണ് അതിന്റെ സിഗ്മ. ടോട്ടൽ സിഗ്മ 1350. 1350 ബൈ n എന്ന് പറഞ്ഞാൽ 25 അല്ലേ? 25. അപ്പൊ ഇത് എത്ര വരും നോക്കാം. 1350നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 54 വരും. 54. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ സിഗ്മ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സിഗ്മ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ്, വേരിയൻസിന്റെ റൂട്ടാണ്. അപ്പൊ അതായത് റൂട്ട് 54. 54ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 7.35. ഇത് ശരിക്കും പഠിച്ചോണം. അപ്പം വേരിയൻസുമായി സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായി ആദ്യം നമ്മൾ മീൻ ഡീവിയേഷൻ എബൌട്ട് മീനും ചെയ്തു. മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് ചോദിക്കും. മീൻ ഡീവിയേഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ആണെങ്കിൽ സ്ക്വയർ ആണെന്ന് ഓർക്കുക. മീൻ ഡീവിയേഷൻ വരുമ്പോൾ മോഡുലസ് ആണെന്ന് ഓർക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെയാണ് ചെയ്യാം. ഇനി ഇവിടെ തന്നെ ക്ലാസ് തരുന്ന കേസ് ഉണ്ട്. ഇവിടെ xi fi ഇല്ലേ, അതിന് വരെ ക്ലാസ്സും ഫ്രീക്വൻസിയും തരുന്നു. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാം. ഫുള്ള് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ക്ലാസ്സും ഫ്രീക്വൻസിയും തന്നാൽ, അതായത് ക്ലാസ് ഫ്രീക്വൻസി, ക്ലാസ് എന്ന് പറഞ്ഞാൽ 0-10 തൊട്ട് 60 വരെ. 0-10, 10-20, 20-30, 30-40, 40-50, 50-60. അതിന്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 6, 8, 14, 16, 6, 8, 14, 16, 4-2. അപ്പൊ മീൻ ഡീവിയേഷൻ എബൌട്ട് മീൻ ആണെങ്കിൽ ആ ഇക്വേഷൻ തന്നെ. മീനിന്റെ ഇക്വേഷൻ നമുക്കറിയാലോ. മീൻ എക്സ് ബാറിന്റെ ഇക്വേഷൻ സിഗ്മ xi fi ബൈ ക്യാപിറ്റൽ എന്നും, മീൻ ഡീവിയേഷൻ എബൌട്ട് എക്സ് ബാറിന്റെ ഇക്വേഷൻ സിഗ്മ മോഡുലസ് xi മൈനസ് എക്സ് ബാർ ഇൻറ്റു fi ബൈ ക്യാപിറ്റൽ. ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് കോളം വരയ്ക്കുക. കോളം വരയ്ക്കാനായിട്ട് ആദ്യം നമുക്ക് ക്ലാസ് വേണം. ക്ലാസ്സും ഫ്രീക്വൻസിയാണ് തന്നേക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ xi കണ്ടുപിടിക്കണം. xi എന്ന് പറഞ്ഞ ക്ലാസിന്റെ മിഡ് പോയിന്റ്, മിഡ് വാല്യൂ ആണ് xi. ക്ലാസിന്റെ മിഡ് വാല്യൂ ആണ് xi. ഇവിടെ xi ഇല്ല, നമ്മൾ xi കണ്ടുപിടിക്കുന്നു. അതായത് 0-10 അല്ലേ? 0-10ന്റെ മിഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 5. രണ്ടും കൂടെ കൂട്ടിയിട്ട് 0-യും 10-ഉം കൂടെ കൂട്ടുമ്പോൾ 10 വരും. /2 കൂട്ടിയിട്ട് /2 ചെയ്താൽ മതി. അടുത്തത് 10-20ന്റെ 10-20 ആകുമ്പോൾ ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ 30 വരും. 30ന്റെ പകുതി 15, അല്ലെങ്കിൽ 10-20 നടക്കുക. 15 അറിയാമല്ലോ. 20-30, 25, 30-40, 35, 40-50, 45, 50-60, 55. ഇതാണ് മിഡ് വാല്യൂ. ഈ ഫ്രീക്വൻസി ഇവിടെ തന്നിട്ടുണ്ട് 6, 8, 14, 16, 4, 2. ഇതിന്റെ ടോട്ടൽ വേണം. അതാണ് n എന്ന് പറഞ്ഞാൽ എത്ര വരും? ടോട്ടൽ n എന്ന് പറയുമ്പോൾ 50 വരും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നിങ്ങൾ നോക്കിയാൽ 50 കിട്ടും. ഇനി നമ്മൾ പഴയ പോലെ തന്നെ മീൻ കണ്ടുപിടിക്കണം. xi വേണം, fi വേണം. xi-യും fi-യും ആയി. ഇനി അതിന്റെ പ്രോഡക്റ്റ് xi ഇൻറ്റു fi. xi-യും fi-യും 6ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം, 30 വരും. 8ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 8ഉം 15ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 120 വരും. അത് 14, 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 14ഉം 25ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 350 വരും. 16, 35ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 560 വരും. 4ഉം 45ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 180. അടുത്ത 110 വരും. ഇതിന്റെ ടോട്ടൽ വേണം. സിഗ്മ xi fi എന്ന് പറയുന്നത്, അതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 1350 വരും. 1350. അപ്പൊ നമുക്ക് മീൻ എക്സ് ബാർ കണ്ടുപിടിക്കണം. എക്സ് ബാർ എന്ന് പറഞ്ഞാൽ 1350. അതായത് സിഗ്മ xi fi ബൈ n അല്ലേ? സിഗ്മ xi fi എന്ന് പറഞ്ഞാൽ 1350 ബൈ n എന്ന് പറഞ്ഞാൽ 50 ബൈ 50 വരും. 1350നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 27 വരും. 27ആണ് മീൻ. ഇനി കോളം വരയ്ക്കണം കേട്ടോ. ഇതിപ്പോ മീൻ വരെ ആയുള്ളൂ. മീൻ ഡീവിയേഷൻ കാണണമെങ്കിൽ xi മൈനസ് എക്സ് ബാറും ഇൻറ്റു fi വേണം.
മോഡുലസ് എക്സ് ഐ മൈനസ് എക്സ് ബാറും വേണം. അതിൻ്റെ എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് ഇൻറ്റു എഫ് ഐ. ഇത്രയും കോളം വരച്ചാൽ നമുക്ക് മീൻ ഡീവിയേഷൻ ആവുള്ളൂ. 2 കോളം കൂടെ വരയ്ക്കണം. അപ്പം അത് കോളം സെയിം ആണ്, ഓർത്തിരുന്നതാണ്. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എക്സ് ഐ മൈനസ് എക്സ് ബാർ, എക്സ് ഐ എന്ന് പറഞ്ഞാൽ 5. എക്സ് ഐ 5ഉം 27, ഡിഫറൻസ് 22. മോഡുലസ് ആയതുകൊണ്ട് ഡിഫറൻസ് മതി. 5ൻ്റെയും 27ൻ്റെയും ഡിഫറൻസ് 22. അടുത്ത 15ൻ്റെയും 27ൻ്റെയും ഡിഫറൻസ് 12. 25ൻ്റെയും 27ൻ്റെയും ഡിഫറൻസ് 2. 35ൻ്റെയും 27ൻ്റെയും ഡിഫറൻസ് 8 അല്ലേ? അതെ. 45ൻ്റെയും 27ൻ്റെയും ഡിഫറൻസ് 18. 55 27 വരുമ്പോഴത്തേക്കും 28. ഇനി അതും ഈ കോളവും ഫ്രീക്വൻസിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മാറിപ്പോയത് 22 5 22 6 22 × 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 132 വരും. 132. അടുത്ത 12 8 12 8 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 96. അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2ഉം 14 കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 28 വരും. 8ഉം 16ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 128 വരും. 18ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 72 വരും. 28ഉം 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും 56 വരും. ഇതിൻ്റെ ടോട്ടൽ വേണം. ടോട്ടൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ വരും. അതിൻ്റെ ടോട്ടൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പം നമുക്ക് എത്ര വരും? 512 വരും. 512 ഇത്രയും. ഈ മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കാം. മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ ബൈ ക്യാപിറ്റൽ എൻ അല്ലേ? അതായത് ഇത് കിട്ടിയ 512. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഇൻറ്റു എഫ് ഐ എന്നുള്ള 512 വരും. 512 ബൈ എൻ എന്ന് പറയുന്നത് 50. അത് അതിൻ്റെ വാല്യൂ ഇപ്പം 10.24 കിട്ടും. ഇതാണ് മീൻ ഡീവിയേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസ് ചോദിച്ചാൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എക്സ് ഐ മൈനസ് എക്സ് ബാർ നമുക്ക് ഇവിടെ കിട്ടി. അതിൻ്റെ സ്ക്വയർ എടുക്കുക ഇൻറ്റു എഫ് ഐ എടുക്കുക. നമ്മൾ മുമ്പേ ചെയ്തില്ലേ? അതുപോലെ ചെയ്തത് എക്സ് ഐ മൈനസ് എക്സ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇതല്ലേ? വേരിയൻസ് എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ബൈ എൻ. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എക്സ് ഐ മൈനസ് എക്സ് ബാർ വേണം. എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് വേണ്ട. പിന്നെ ഇതിൻ്റെ സ്ക്വയർ വേണം. പിന്നെയാണ് ഇൻറ്റു എഫ് ഐ. അപ്പോൾ ഇവിടെ ഒരു കോളം കൂടെ വരും. ഇൻറ്റു എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ വരും. ഇവിടെ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ഇത് നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും, ഇത് നെഗറ്റീവ് വരും, ബാക്കി പോസിറ്റീവാണ്. അതിൻ്റെ സ്കോറൊക്കെ ഇവിടെ എഴുതുക. 22ൻ്റെ സ്കോർ 484 അല്ലേ? 12 144, 2ൻ്റെ 4, 8ൻ്റെ 64, 18ൻ്റെ 324, ഇത് 784. ഇനി ഈ കോളം ഫ്രീക്വൻസി കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫ്രീക്വൻസി കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇവിടെ ഫ്രീക്വൻസി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ ടോട്ടൽ കിട്ടും. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ കിട്ടും. അത് നമുക്ക് 8000 എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 8000 എന്ന് കിട്ടും. ഇതിൻ്റെ ഈ കോളം 484 ഇൻറ്റു 6. 484 ഇൻറ്റു 6 എത്ര വരും എന്ന് ചോദിച്ചാൽ 484 ഇൻറ്റു 6 2904 വരും. അടുത്ത 144 ഇൻറ്റു 8. 144 ഇൻറ്റു 8 1152 വരും. അടുത്തത് 56 വരും. അടുത്ത 1024 വരും. അടുത്ത 1296 വരും. അടുത്ത 1568 വരും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടും. അപ്പോൾ വേരിയൻസ് നമുക്ക് കണ്ടുപിടിക്കാം. വേരിയൻസ് ആയിട്ട് ഇക്വേഷൻ ഉണ്ടല്ലോ. വേരിയൻസ് ഈക്വൽ ടു സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഐ ബൈ എൻ. ഇതിൻ്റെ വാല്യൂ 8000 ബൈ 50 വരും. 8000നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 160 കിട്ടും. 160. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ ചോദിച്ചാൽ ഇതിൻ്റെ വേരിയൻസിൻ്റെ റൂട്ട് 160ൻ്റെ റൂട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 12.65 കിട്ടും. 12.65. ഇങ്ങനെയാണ് മെയിൻ ഡീവിയേഷനും വേരിയൻസും കാണുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് ഫ്രീക്വൻസി ഇല്ലാത്ത കേസ് ഉണ്ട് കേട്ടോ. ഫ്രീക്വൻസി ഇല്ലാത്ത കേസ് ആകുമ്പോൾ ഇത്രയും കാൽക്കുലേഷൻ വരുന്നില്ല. ഫ്രീക്വൻസി ഇല്ലാത്ത കേസ് ആകുമ്പോഴത്തേക്കും ഇൻറ്റു എഫ് ഐ വരുന്നില്ല, ബാക്കിയേ വരും. ഫ്രീക്വൻസി ഇല്ലാത്ത കേസ് ആണെങ്കിൽ ഒരു എക്സാമ്പിൾ 5 8 10 12
16. ഇതിൻ്റെ മീൻ ഡീവിയേഷൻ അബൌട്ട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ചോദിച്ചാൽ ഇവിടെ ഫ്രീക്വൻസി ഇല്ല. ഫ്രീക്വൻസി ഇല്ലാത്തപ്പോൾ മീനിൻ്റെ ഇക്വേഷൻ ഇതാണ്. മീൻ എക്സ് ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ എക്സ് ഐ. എന്താണെങ്കിലും മീൻ ഡീവിയേഷൻ മീൻ കണ്ടുപിടിക്കണം. ആദ്യം മീൻ എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ ബൈ എൻ. അതായത് 5, 8, 10, 12, 16 കൂടെ ആഡ് ചെയ്തിട്ട് 2, 4, 5 പേരിനാണ്. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 20, 20 വരും. 30, 46, 5, 51 ബൈ 5. അതായത് 51 ബൈ 5 വരുമ്പോഴത്തേക്കും 10.2 വരും. 10.2 വരും. അതാണ് മീൻ എക്സ് ബാർ. ഇനി മീൻ ഡിവിയേഷൻ അബൌട്ട് മീൻ ആണെങ്കിൽ എം ഡി ഓഫ് എക്സ് ബാർ ആണെങ്കിൽ ഇക്വേഷൻ ഇതാണ്. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ് ആണ് ബൈ എൻ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇൻറ്റു എഫ് ഐ ഒന്നും വേണ്ട, 2 കോളം മതി. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ നേരെ വേണമെങ്കിലും വരയ്ക്കാം, അല്ലെങ്കിൽ താഴോട്ട് വരച്ചു. എക്സ് ഐ വേണം, എക്സ് ഐ മൈനസ് എക്സ് ബാർ മോഡുലസ്. ഈ 2 കോളം മതി. എക്സ് ഐ എന്ന് പറഞ്ഞാൽ 5, 8, 10, 12, 16. എക്സ് ഐ മൈനസ് എക്സ് ബാർ എന്ന് പറയുമ്പോഴത്തേക്കും 5 മൈനസ് 10.2. മോഡുലസ് എടുക്കുമ്പോൾ 5.2 വരുള്ളൂ. അടുത്തത് 8 മൈനസ് 10.2, അവിടെ 2.2 വരുള്ളൂ. അടുത്ത 10 മൈനസ് 10.2, അപ്പോൾ 0.2 വരും. ഈ 12 മൈനസ് 10.2 വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. 12 10.2, അപ്പം 1.8 വരുന്നത്. അടുത്തത് 1.8 വരും. 1.8 വരും. ഇനി 16 മൈനസ് വരുമ്പോഴത്തേക്കും ശ്രദ്ധിച്ചോണം, അപ്പോൾ 5.8 വരും. എന്നിട്ട് ഇത് ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോഴത്തേക്കും 15.2. അപ്പോൾ നമുക്ക് എം ഡി ഓഫ് എക്സ് ബാർ കിട്ടും. എം ഡി ഓഫ് എക്സ് ബാർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ബൈ എൻ വരും. മോഡുലസ് ആണ്. അപ്പം 15.2 ബൈ എൻ എത്രയായിരുന്നു? 5 അല്ലേ? എൻ 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15 വരുമ്പോൾ 3 വരും. 3.2 0.04 വരും. 3.04 കിട്ടും മീൻ ഡീവിയേഷൻ. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലെങ്കിൽ വേരിയൻസ് ചോദിച്ചാൽ ചെറിയൊരു വ്യത്യാസം. ഇവിടെ നിങ്ങൾ മോഡുലസിന് പകരം ഇതിടുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ ഇതല്ലേ? മീൻ നമ്മൾ പഴയപടി തന്നെ കണ്ടുപിടിക്കുന്നു. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വേരിയൻസിൻ്റെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. അപ്പം ഇത് വേണം, പിന്നെ സ്ക്വയർ വേണം. സ്ക്വയറും കൂടെ വേണം. എക്സ് ഐ മൈനസ് എക്സ് ബാറിൻ്റെ സ്ക്വയർ വേണം, ഹോൾ സ്ക്വയർ. അപ്പം നമ്മളിത് മോഡുലസ് അല്ല എടുക്കുന്നത്. അപ്പം നമുക്ക് ഇത് 3 മൈനസ് വരും, ബാക്കി 2 പ്ലസ് വരും. ഇനി മൈനസ് 5.2ൻ്റെ സ്ക്വയർ, മൈനസ് 5.2ൻ്റെ സ്ക്വയർ അത് നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക. ഇതിലെല്ലാ സ്ക്വയർ ഇവിടെ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക. സിഗ്മ എക്സ് ഐ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ഇത് ടോട്ടൽ ചെയ്യുക. എന്നിട്ട് ഈക്വേഷനകത്ത് കൊടുത്ത് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റൂട്ട് എടുത്താൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അങ്ങനെ ചെയ്യുക. ഫ്രീക്വൻസി ഇല്ലാത്തപ്പോൾ എഫ് ഐ വേണ്ട. എഫ് ഐ ഇല്ലാതെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. ഇത് ഞാനിപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇതിൻ്റെ സ്ക്വയർ എടുക്കുക, ടോട്ടൽ എടുക്കുക, എന്നിട്ട് അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയൻസ് കിട്ടും. വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. ഇത്തരം കാര്യങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. പിന്നെ എപ്പോഴും ഒരു മീനും മീഡിയൻ ഉണ്ട്. അതങ്ങനെ ചോദിക്കാറില്ല. ചോദിച്ചാൽ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുണ്ടല്ലോ, നോക്കി പഠിക്കും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. 2 ഗ്രൂപ്പിനെ കമ്പയർ ചെയ്യാൻ ചോദിച്ചാൽ ഒരു സംഗതി കണ്ടുപിടിച്ചാൽ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കാണ്ട് സി വി എന്ന് പറയും. കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ സി വി ആണ് ഇക്വേഷൻ. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100. സിഗ്മ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സ് ബാർ മീൻ. സിഗ്മ ബൈ എക്സ് ബാർ ഇൻറ്റു 100 കണ്ടുപിടിക്കും. അപ്പോൾ 2 ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളായിരിക്കും. 2 ഗ്രൂപ്പിനെ കുറിച്ച് അവിടെ തരും. ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് നിങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം എടുക്കുക. അതിൻ്റെ മീൻ കാണുക, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുക. അത് എത്രയാണ്? ഇപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് നിങ്ങൾ കണ്ടുപിടിച്ചപ്പോഴത്തേക്കും 7.93 കിട്ടിയെന്ന് വിചാരിക്കുക, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ. എന്നിട്ട് രണ്ടാമത്തെ ഗ്രൂപ്പ് എടുത്തിട്ട് അതുപോലെ തന്നെ ചെയ്യുക. മീനും കാണുക. മീനും വേരിയൻസും കാണാൻ ഇപ്പോൾ പഠിപ്പിച്ചല്ലോ.
മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ കണ്ടുപിടിച്ച് കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിക്കുക. സപ്പോസ് അതൊരു 8.01 ആണെന്ന് വിചാരിക്കാം. ആദ്യത്തെ ഗ്രൂപ്പിന്റെ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കണ്ടുപിടിച്ച് 7.93യും രണ്ടാമത്തെ 8 ആണെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കൂടിയിരിക്കുന്നത് ചീത്തയാണ്. എന്ന് വെച്ചാൽ അത് സ്റ്റെബിലിറ്റി കുറവാണ്, മോർ വേരിയൻ്റ് ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് വേരിയേഷൻ കുറഞ്ഞിരിക്കുന്നതാണ് മോർ കൺസിസ്റ്റന്റ്, മോർ സ്റ്റേബിള് കൺസിസ്റ്റന്റ് ഒക്കെ ആവണമെങ്കിൽ കുറഞ്ഞിരിക്കണം. ഇതാണ് ഒന്നുകൂടെ നല്ല ഗ്രൂപ്പ്, നല്ല കളക്ഷൻ. മറ്റേത് മോർ വേരിയബിളാണ്, അത് വേരി ചെയ്യുന്നത്. ഇതാണ് നല്ല ഗ്രൂപ്പ്. അപ്പം വിച്ച് ഈസ് മോർ വേരിയബിൾ എന്ന് ചോദിച്ചാൽ ഇത് കൂടിയിരിക്കുന്നത് എടുക്കുക. വിച്ച് ഈസ് മോർ കൺസിസ്റ്റന്റ് അല്ലെ മോർ സ്റ്റേബിൾ എന്ന് ചോദിച്ചാൽ കുറഞ്ഞിരിക്കുന്നത് എടുക്കുക. കുറഞ്ഞിരിക്കുന്നതാണ് മോർ സ്റ്റേബിൾ, മോർ കൺസിസ്റ്റന്റ്. കൂടിയിരിക്കുന്നത് മോർ വേരിയബിളാണ്, മോർ വേരിയിങ് ആണ്. അത് നല്ലതല്ല. അപ്പോൾ അങ്ങനെ അത് ചെയ്തോളാം. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്തുള്ളത്. ഇത് നിങ്ങൾ ശരിക്കും പഠിക്കുക. ഒരു 5 മാർക്ക് ഉറപ്പായിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.